നമസ്കാരം, മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ദയ. അനുനയ ശ്രമങ്ങൾ പാളുന്നു. ബംഗാളിൽ സഖ്യമില്ലെന്ന് തൃണമൂൽ. പശ്ചിമ ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനവുമായി തൃണമൂൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കും. തൃണമൂലിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് അണിയറ നീക്കം തുടങ്ങിയ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന സൂചന. 2019 കോൺഗ്രസ് വിജയിച്ച ബഹ്റാംപൂരും ദക്ഷിണ മാൽഡയും ഇത്തവണയും നൽകാമെന്നാണ് തൃണമൂലിന്റെ നിലപാട്. പരമാവധി 3 സീറ്റുകളാണ് കോൺഗ്രസിനായി മമത നീക്കിവച്ചിരുന്നത്. എന്നാൽ 10 സീറ്റുകൾ വേണമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. അസാമിൽ തങ്ങൾക്ക് സീറ്റ് വേണമെന്ന ആവശ്യം കോൺഗ്രസ് തള്ളുകയും ചെയ്തു. ഇതോടെയാണ് പശ്ചിമ ബംഗാളിൽ സഖ്യമില്ലെന്ന് മമത പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ജയറാം രമേശ് എന്നിവർ മമതയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മമതയോട് സംസാരിക്കാൻ ശ്രമിച്ചു. എന്നാൽ തീരുമാനം മാറ്റില്ലെന്ന സൂചനയാണ് മമത നൽകിയത്. JDU അധ്യക്ഷനും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറിന്റെ വിശ്വാസ്യതയിൽ മമത തുടക്കം മുതൽ സംശയിച്ചിരുന്നെന്നും തൃണമൂൽ വൃത്തങ്ങൾ. നിതീഷിനെ പ്രതിപക്ഷ സഖ്യത്തിന്റെ കൺവീനറാക്കണമെന്ന ശുപാർശകളോട് മമത മുഖം തിരിച്ചത് ഇക്കാര്യത്താലാണെന്നും പാർട്ടി നേതൃത്വം പറയുന്നു. ന്യൂസ് ഡെസ്ക്, മെട്രോ വാർത്ത.